അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ മുഴുവൻ ഒരു ക്ലച്ചിനെ ചുറ്റി പറ്റിയിട്ടൊരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതെൻ്റെ ഹോണ്ട യൂണിക്കോണാണ്. ഇതിൻ്റെ ക്ലച്ച് മാറ്റാൻ വേണ്ടി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഞാൻ കഴിക്കുന്ന വീഡിയോ കൂടിയാണ് ഇത്. പക്ഷേ ഇതിൻ്റെ എല്ലാ സൈഡിൽ നിന്നുള്ള ഷോട്ടും ഞാൻ എടുത്തിട്ടില്ല. ഇത് ഫ്രണ്ട് ക്യാം കൊണ്ട് കുറച്ച് മിനിമലായിട്ടുള്ള സെറ്റപ്പിൽ എടുത്ത വീഡിയോ മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴിക്കണമെങ്കിൽ അടിയിൽ സെൻറ്റർ സ്റ്റാൻഡിൻ്റെ ക്ലാമ്പ് വയ്ക്കണം, ക്ലച്ച് കവർ വയ്ക്കാൻ 8mm ബോൾട്ടെല്ലാം വയ്ക്കണം. അതുപോലെ തന്നെ ക്രാങ്കിന് തലഭാഗത്ത് വരുന്ന റോട്ടർ അയക്കണം. ഈ റോട്ടർ കഴിക്കണമെങ്കിൽ ഒരു സ്പെഷ്യൽ ഇതുപോലത്തെ ബോക്സ് വേണം, 4 കാല് മാത്രം വരുന്നത്. ഞാൻ കഴിക്കുന്നത് മോട്ടർ കൊണ്ടാണ്. ഇതൊരു കാരണവശാലും തട്ടി ഊരാൻ വേണ്ടി നടുവിൽ സ്ക്രൂ ഡ്രൈവറൊക്കെ ലോക്ക് ചെയ്തിട്ട് കഴിക്കുന്നതൊക്കെ ചില വീഡിയോസിലൊക്കെ ചിലവരൊക്കെ കാണാം. ഒരിക്കലും അങ്ങനെ അയക്കരുത്. അതേപോലെ തന്നെ മസ്റ്റായിട്ട് നമ്മൾ ഈ ഓയിൽ ഫിൽറ്ററും ഈ റോട്ടറിൻ്റെ സൈഡിൽ വരുന്ന പാക്കിങ് കിട്ടുമെങ്കിൽ മാറ്റുക, അല്ലെങ്കിൽ അതിനിട്ടാലും മതി. അത് ക്ലീൻ ചെയ്യണം ഉറപ്പായാലും. പൊട്ടെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റണം. പിന്നെ നമ്മൾ ക്ലച്ച് അയച്ചെടുക്കുന്നു. ക്ലച്ച് അയച്ചതിന് ശേഷം ക്ലച്ച് വെറുതെ അയച്ചിട്ട് വെറുതെ ഡിസ്കംപ്ലീറ്റ് മാറ്റുന്നതിന് പകരം എന്താ ആദ്യം കംപ്ലൈൻറ്റ് നോക്കുക. ചിലത് ഡിസ്കംപ്ലീറ്റ് പോയതാവില്ല, ചിലപ്പം അതിന് മുന്നേ ഡിസ്കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ടാവും വേറെ ഒന്നെങ്കിലും. ക്ലച്ച് വെല്ലിൻ്റെ തേയ്മാനം കൊണ്ടാവും. അതായത് എന്തെങ്കിലും ഒരു സാധനം കൂടുതലായിട്ട് തേയ്മാനം പറ്റിയാൽ പുതിയ ഡിസ്കംപ്ലീറ്റ് ഇട്ടിട്ടൊന്നും പഴയ പെർഫോമൻസ് ഒരിക്കലും കിട്ടില്ല. അപ്പം കംപ്ലൈൻറ്റ് എന്താണെന്ന് ചെക്ക് ചെയ്യുക. ഇപ്പോൾ വണ്ടി ചീറുണ്ട്, അപ്പോൾ നേരെ പോയിട്ട് ഡിസ്കംപ്ലീറ്റ് മാറ്റുന്നതിന് പകരം എന്താണെന്ന് നോക്കുക. ഇത് ഞാൻ ഇവിടെ യൂസ് ചെയ്ത് ഹോണ്ടയിൽ നിന്ന് മേടിച്ച സാധനമാണ്. ഹോണ്ട ജെന്യൂൻ പ്രൊഡക്റ്റാണ് ഇത്. ഹീറോയിൽ നമുക്ക് എക്സ്ട്രീമിൽ വരുന്ന സെയിം ഡിസ്കൊക്കെ ഇതിലിടാൻ പറ്റും. അതിന് റേറ്റ് കൂടുതലാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഡിസ്കംപ്ലീറ്റ് യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ അത് ഡ്രൈ ആയിട്ടാണ് വരിക. ഡിസ്ക് നമ്മൾ മാക്സിമം കുറച്ച് ഓയിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ അതുകൂടാതെ ക്ലച്ച് കവറിൻ്റെ ഓയിൽ സീൽ, അതായത് കിക്കർ ഓയിൽ സീൽ, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ, ഇതൊക്കെ മാറ്റാനുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക. അതൊക്കെ പിന്നെ രണ്ടാം പണി എടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു തവണ കഴിക്കുമ്പോൾ ഏതൊക്കെ ലീക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഇത് ക്ലച്ച് മാറ്റാതെ ഓടിച്ചാൽ ക്ലച്ചിൻ്റെ ഫുൾ സെറ്റ് അടക്കം മാറ്റേണ്ട ഒരു ഗതിയാവും. അതായത് ഹൈ കോസ്റ്റ് ആവും, അതായത് വലിയ കോസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു 1000 രൂപയ്ക്ക് നമുക്ക് സെറ്റാക്കാൻ പറ്റുമെങ്കിൽ, അതായത് ലേബർ ഇല്ലാതെ ഇട്ടത് ഞാൻ തന്നെ പണിയെടുക്കുന്നതുകൊണ്ട് സാധനത്തിൻ്റെ പൈസ മാത്രമേ എനിക്കായിട്ടുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് 1000 രൂപയ്ക്ക് തീരും. ഇത് ഞാൻ ഇനിയും നിർത്താതെ അങ്ങനെ ഓടിച്ച് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മാറ്റാം, അല്ലെങ്കിൽ മടിയൊക്കെ പിടിച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ക്ലച്ച് വെല്ലും ഒന്നായിട്ട് മാറ്റേണ്ടത്. ക്ലച്ച് വീലൊക്കെ ആകെ കംപ്ലൈൻ്റ് ആവും, പിന്നെ സൗണ്ട് കൂടും, വയ്യിൽ നിൽക്കും. അപ്പോൾ അങ്ങനെയൊന്നും വരാതെക്കാൻ ക്ലച്ച് ഏകദേശം പോയി എന്ന് പറഞ്ഞാൽ മാറ്റുക. ക്ലച്ച് മാറ്റുമ്പോൾ ക്ലച്ച് കേബിളും കൂടി മാറ്റി കൊടുക്കുന്നത് നല്ലത്, ടൈറ്റ് ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ക്ലച്ച് കേബിൾ ഹാർഡായാൽ ഡിസ്കിനെ അത് ബാധിക്കും. അതേപോലെ തന്നെ ചിലവർ കൈ വെച്ച് ഓടിക്കും ക്ലച്ചുമ്പിൽ, വെറുതെ ഗിയർ ഡൗൺ ചെയ്യാൻ വേണ്ടി പേടിയായിട്ടും ഇതൊക്കെയാണ്. അതായത് ഓർക്ക് ഓടിക്കുമ്പോൾ ഒരു ഗിയർ ഡൗൺ ചെയ്യാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് പറയാറ്. പക്ഷേ അതൊക്കെ തെറ്റായ ഡ്രൈവിങ്ങാണ്. ഡ്രൈവിങ് നമ്മൾ അതായത് ഗിയർ മാറ്റാൻ വേണ്ടി മാത്രം ക്ലച്ച് യൂസ് ചെയ്യുക. ചിലവരൊക്കെ വെറുതെ താങ്ങി ഒരു അമ്പൊക്കെ എത്തുമ്പോൾ സെക്കൻഡ് ഗിയറൊക്കെ ഇട്ട് താങ്ങും. അതിന് കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലിട്ട് അതിൻ്റെ ലെവലിലെടുത്താൽ മതി. വലിയ കയറ്റൊക്കെയാണ് ഫസ്റ്റ് ഗിയർ ഇടുക, അല്ല ഇട്ടിട്ട് ഇങ്ങനെ എടുക്കാൻ നോക്കുമ്പോഴൊക്കെയാണ് ക്ലച്ച് കംപ്ലൈൻ്റ് ആയി പോവുക. ഓയിൽ മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക, അതായത് ക്ലച്ച് പോവാതിരിക്കാൻ. അതേപോലെ തന്നെ കേബിൾ ഐറ്റംസ് എന്ത് ടൈറ്റ് ഉണ്ട് അതൊക്കെ ചെക്ക് ചെയ്യുക. അങ്ങനെയാണ് ക്ലച്ച് കുറച്ചും കൂടി ലൈഫ് കിട്ടും. അപ്പോൾ ബൈ.